എല്ലായിടത്തും ചേനയൊക്കെ കിളുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ തടമൊക്കെ ആക്കാനായിട്ടുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല വെയിലാണ്. ഇന്ന് രാവിലെ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചതാണ്. നമ്മൾ പെരുവെയിലത്താണ് ഇറങ്ങിയേക്കുന്നത്. ഇവിടെ കുറച്ച് തടം എടുത്ത് തടം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കുഴിയെടുത്ത് നമുക്ക് ചേന നടാം. ഇവിടെ കൃഷിയിടമാണ് ഈ കാണുന്നത്. മൊത്തം മുഴുവൻ നശിച്ച് മഴ പെയ്യാതെ വെയിലായി മൊത്തം നശിച്ചു പോയി. ഇനി നമുക്ക് ഒന്നേന്ന് ഇപ്പം മഴയൊക്കെ പെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നേന്ന് ഇതെല്ലാം കയറ്റിക്കൊണ്ട് വരണം. നമ്മുടെ തക്കാളിയൊക്കെ നിന്നത്. തക്കാളി ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായി. അപ്പം നമുക്ക് ചെറിയ ചെറിയ കുഴി എടുക്കാം. അല്ലെങ്കിൽ ഇനിയും മടിച്ചിരുന്നാൽ ചേന എല്ലാവരും പറിക്കാറാകുമ്പോഴായിരിക്കും നമ്മൾ നടാൻ പോകുന്നത്. അപ്പം ഇച്ചിരി മടിയൊക്കെ മാറ്റി വെച്ച്, മടിയല്ല മഴയില്ലാത്തത് കൊണ്ടായിരുന്നു ഇത്ര മടിയായിട്ടൊക്കെ ഇരുന്നത്. അപ്പം മഴയൊക്കെ പെയ്തിട്ട് എല്ലായിടത്തും നട്ടൊക്കെ കഴിഞ്ഞു. നമ്മൾ പതുക്കെ നടാൻ പോകുന്നതേ ഉള്ളൂ. ഒന്ന് നിരത്തി കൊടുത്തിട്ട് വേണം നമുക്ക് കുഴി എടുക്കാനായിട്ട്. നമ്മൾ മൊത്തം നിരത്തിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുഴി എടുക്കാൻ തുടങ്ങാം. അതിന് മുന്നേ ഞാൻ കുറേ ദിവസം മുന്നേ നമ്മുടെ ചേന ഒന്ന് എടുത്തപ്പോഴത്തേക്ക് കണ്ട ഒരു കാഴ്ചയുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പം ഞാൻ കുഴി എടുത്ത് കഴിയാം. ഇത് കണ്ടപ്പോൾ തോന്നുന്നത് ചേന നടേണ്ട സമയം കഴിഞ്ഞെന്നാ. കണ്ടോ, നമുക്ക് ഈ പ്രാവശ്യം മുറിച്ച് വെക്കാനൊന്നും പറ്റില്ല. കുമ്പത്തി നടണമെന്നാണ് പറയുന്നത്. പക്ഷെ കുമ്പത്തി നടാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. വേറൊന്നുമില്ല, ഒട്ടും വെള്ളമില്ലായിരുന്നു. മൊത്തം ഉണങ്ങി വരണ്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നടും? വിറ്റിത്തിറങ്ങാനേ തോന്നുന്നില്ലായിരുന്നേ. അതുകൊണ്ട് ഒന്നും ഈ പ്രാവശ്യം നട്ടില്ല, മുറിച്ചും വെച്ചില്ല. പക്ഷെ ഇപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ ഇതുപോലെ കിളുത്ത് കയറി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാന്ന് പറഞ്ഞാലും എനിക്കിത് മുറിച്ച് കളയാൻ തോന്നുന്നില്ല. കണ്ടോ, നല്ല മുഴുത്തായിട്ട് കിളുത്ത് ഇത്രയും കയറിയിട്ടുണ്ടേ. അപ്പം ഞാൻ ഓർക്കുക ഇവിടം വെച്ചങ്ങ് മുറിച്ചിട്ട് നമുക്കൊന്ന് നട്ട് നോക്കിയാലോ എന്ന് അങ്ങനെ ഓർക്കുമായിരുന്നു. ഇത്രയും ഇങ്ങനെ ഈ കിളിപ്പ് കളയാതെ അങ്ങ് മുറിച്ചെടുക്കാം. എന്നിട്ട് ബാക്കി അങ്ങോട്ട് വെച്ച് നോക്കാം. കിളുക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പം നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. കണ്ടോ, എൻ്റെ കാല് ഇങ്ങനെ ചവിട്ടി കയറുവാണ്. ഈ വന്ന് കയറുന്ന പൂച്ചേനെ പറഞ്ഞു വിടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓടിച്ചു വിട്ടാലും പിന്നെയും വരുവാ. ഇത് വന്ന് കയറിയതാ. പക്ഷേ ഓടിച്ചിട്ടെങ്ങും പോകുന്നുമില്ല. എന്നാൽ ഈ കാലിൻ്റെ അവിടെ വരുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര എന്തോ കൂട്ടാ. പൂച്ചേ ഇതുപോലെ കണ്ടിച്ചെടുത്ത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടിച്ചെടുത്തേക്കുന്നത്. നമുക്കിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കിളുക്കട്ടെ. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. കിളുത്താൽ നമുക്ക് കുഴിച്ച് വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കറി വെക്കാം. അല്ലേ പിന്നെ എന്നെ എടുക്കാനാ? നമുക്ക് നോക്കാൻ കിളുക്കുമെന്ന്. അതുപോലെ തന്നെ ഈ ഒരു ചേന ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടുന്ന് ചെറുതായിട്ട് കിളുത്ത് വന്നതാണ്. അത് ഞാൻ കുത്തി കളഞ്ഞു കേട്ടോ. കുത്തി കളഞ്ഞിട്ട് ഒരു 2-3 കിളിപ്പനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കണം. പക്ഷേ ഇപ്പം ഞാൻ മുറിക്കുന്നില്ല. ഒരു മഴയൊക്കെ പെയ്യട്ടെ, എന്നിട്ടേ ഞാൻ ഇതൊക്കെ നടന്നുള്ളൂ. ഇപ്പം ഞാൻ മുറിച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇത് ഞാനിഞ്ഞ് ഈ മുറിച്ച് വെച്ച ഭാഗത്തേക്ക് ഇവിടെയൊക്കെ ചാരം പുരട്ടി വെക്കാമെന്ന് ഓർക്കുന്നു. അപ്പോൾ ഒന്ന് ചാരം കൂടെ പുരട്ടട്ടെ. മുറിച്ച ഭാഗത്ത് ചാരമൊക്കെ തേച്ച് വെച്ച് കേട്ടോ. കണ്ടോ, ഇനി ഒന്ന് മഴയാകാൻ കാത്തിരിക്കുവാണ്. മഴയായിട്ട് വേണം കുഴിച്ച് വെക്കാനായിട്ട്. കുറച്ച് കുനുകുനാന്നുള്ള ചേനയൊക്കെ ഉണ്ട്, അത് മുറിക്കുന്നില്ല. വലിയ ചേന മാത്രം മുറിച്ചിട്ട് കുഴിച്ച് വെക്കാൻ നോർത്തിരിക്കുക. നമ്മൾ കുഴിയൊക്കെ എടുത്ത് കഴിഞ്ഞ് കേട്ടോ. ഇത് കണ്ടോ, ചെറിയ ചെറിയ കുഴിയാണേ. അറിയാൻ മേലാത്തവർക്ക് ഇങ്ങനെയൊക്കെ നട്ടാലും നമുക്ക് ഉണ്ടാക്കാം. അറിയാവുന്നവരെടുത്ത് നോക്കണ്ട കേട്ടോ. കാര്യം അവർ നല്ല പ്രൊഫഷണലായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരുമോ അല്ലെങ്കിൽ അവർ കളിയാക്കുകയൊക്കെ ചെയ്യും. ഒന്നും ഓർക്കല്ലേ പ്ലീസ്. എനിക്കറിയാവുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നെന്ന് മാത്രമുള്ളേ. അപ്പം നമുക്ക് നിങ്ങൾ നേരത്തെ ആദ്യത്തെ ചേന നിങ്ങൾ കണ്ടിട്ട് വന്നതല്ലേ. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ചേന എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെയൊക്കെ തന്നെയാണ്. എന്നാലും ആ കുത്തി വെച്ചതൊക്കെ കിളുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ചേനയും കൂടെ കിളുത്തിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കുഴിച്ച് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചേനയുടെ അവസ്ഥ. നമ്മളന്ന് കുത്തി വെച്ചില്ലായിരുന്നോ, ആ ചേനക്ക് കണ്ടോ ഇത്രയും മുള വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇത് കണ്ടിച്ചെടുത്തില്ലേ, അതിന് ഒരു മുള വന്നിട്ടേ ഉള്ളൂ. ബാക്കി ഇവിടെ എന്നാലും ഇവിടെ വെച്ച് കണ്ടിച്ചിട്ട് നോക്കാം, അടുത്തതും കൂടെ വെച്ച് നോക്കാം. കിളുക്കണമെങ്കിൽ കിളുക്കട്ടെ. ഇതൊരു ചെറിയ ചേന, കുറച്ച് ചെറിയ ചേനയുണ്ട്, എല്ലാം മുള വന്നിരിക്കുവാണ്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കുഴിച്ച് വെക്കാം. അപ്പോൾ വരൂ. കണ്ട, ഈ പൂച്ചേനെ കൊണ്ട് ഒരു രക്ഷയില്ല. കണ്ട, പൂച്ച ഇപ്പോഴും പൂച്ച ഇതിൻ്റെ ഇടക്കുണ്ട്. ഒരു കണക്കിനൊന്ന് കണ്ടിച്ചെടുത്ത് ഭയങ്കര പാടാണ് ഈ ചേന കണ്ടിച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇതിന് 2 മുളയുണ്ട്. ഇതിനുണ്ട് 2 മുള. ഇതിനും മുള കിട്ടിയിട്ടുണ്ട്, ഇതിനും മുള കിട്ടിയിട്ടുണ്ട്. ഇത് മറ്റേ നമ്മൾ ആ വലിയ മുളകൾ ഒരു മുള കാണിച്ചില്ലേ, അത് കണ്ടിച്ച് വെച്ചാൽ അതിൻ്റെ ബാക്കിയാണ് ഈ ഇരിക്കുന്നത്. ബാക്കിയൊക്കെ ഈ ചെറുതൊക്കെ കണ്ടിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് അതുപോലെ തന്നെ വെക്കാം. കണ്ടോ? അപ്പം നമുക്ക് ഇനി നടാനായിട്ട് പോവാം. ചാരം വാരി വെച്ചിരുന്നതാണ്, ഒരു പാത്രത്തിൽ ഇത്ര ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം ചാരം ഒന്ന് ഇട്ട് കൊടുക്കാം. അറിയാവുന്ന രീതി നമുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടായാലും എനിക്ക് ചേന ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് കാണിക്കുന്നത്. നല്ല മുഴുത്ത ചേന തന്നെയായിരുന്നു. നമുക്കറിയാവുന്ന രീതിയിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മൊത്തം കുഴിയിലും നമ്മൾ ചാരം ഇട്ട് കൊടുത്തു. കണ്ടോ? ഇനി നമുക്ക് ചേന നടാം. അപ്പം ആദ്യം ഇവനെ തന്നെ അങ്ങ് നടാം. അപ്പം കിഴക്കോട്ടൊക്കെ തിരിച്ചു വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെ വെച്ച് നോക്കാം. ഈ ഇരിക്കുന്നതാണ് കിഴക്ക്, മുറിഞ്ഞ ഭാഗം കിഴക്കോട്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാ കുഴിയിലും അങ്ങനെ നട്ടിട്ട് കാണാം. നമ്മളിത് കണ്ടോ, ചേന നട്ട് കഴിഞ്ഞു. ഇവത്തി മാത്രം ഒരു ചെറിയ ചേന വെച്ചു. നടാനായിട്ട് വെച്ചിരുന്നതല്ല കേട്ടോ, പറമ്പിൽ കിടന്ന് കിളുത്തതാ. അതുകൊണ്ട് എടുത്ത് അങ്ങനെ വെച്ചാൽ ചെറിയ ചേനയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ചുമ്മാ വലിച്ചെറിഞ്ഞിട്ടിട്ട് കിളുത്ത് കിടന്നതാ. ബാക്കി നമ്മൾ ഇത്രയും നട്ട് കഴിഞ്ഞു കണ്ടോ. അപ്പം ഇതിൻ്റെ പുറത്തുകൂടെയൊക്കെ ഇച്ചിരി ചാരം കൂടെ നമുക്ക് ഇട്ടേക്കാം. എത്ര അറിയാൻ മേലാത്തവരാണേലും ചേന നടാൻ കേട്ടോ. കിളുക്കുകയും ചെയ്യും, ഉണ്ടാകുകയും ചെയ്യും. പിന്നെയും കുറച്ച് ചെറിയ ചേന കൂടെ ഉണ്ട്, പക്ഷേ ഇവിടെ നടാനായിട്ട് ഇനി സ്ഥലമില്ല. പിന്നെ മഴയൊക്കെ ആകുമ്പോൾ ഇവിടെ പച്ചക്കറി നടേണ്ടതാണ്. ഈ സൈഡ് വഴി മാത്രം കണ്ടോ, സൈഡ് വഴി മാത്രമാണ് ചേന വെച്ചേക്കുന്നത്. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചേന നടാനുള്ള സമയമൊക്കെ കഴിഞ്ഞെന്ന് എനിക്കറിയാം കേട്ടോ. പിന്നെ ഇവിടെ കിളച്ച് കിട്ടാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടും, തന്നെ കിളക്കാൻ വയ്യായിരുന്നു, കാല് വയ്യാത്തതുകൊണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് താമസിച്ചത്. പറിക്കാൻ ഒരുപാട് താമസിക്കുമായിരിക്കുമെന്ന് തോന്നുന്നു. ഇത്രയും താമസിച്ചല്ലേ നടുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ. അതുപോലെ തന്നെ ഇഞ്ചി ഇനി നടാനുണ്ട്. എല്ലാം നടാനായിട്ട് കിടക്കുക. അപ്പം നമുക്ക് ഇനി കുറച്ച് ചപ്പിട്ട് കൊടുക്കാം. നമുക്കുള്ള പോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചപ്പും കൂടെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതി ഇട്ട് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ചപ്പും കൂടെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മൂടി കൊടുക്കണം. ചേന നമുക്ക് മൂടി കൊടുക്കാം. സിമ്പിളായിട്ട് നമ്മൾ ചേന ഇട്ട് കഴിഞ്ഞു. ആരും കേൾക്കണ്ട കേട്ടോ. സിമ്പിളായിട്ട് ചേന നടുന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, ചേന ഒരുപാട് പ്രൊഫഷണലായിട്ടൊക്കെ നടുന്നവർ നമ്മളെ ഓടിക്കും. നമുക്ക് വീട്ടിൽ നിസ്സാരമായിട്ട് ചെറിയ കറിയൊക്കെ വെക്കാം. പക്ഷേ കറി വെക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം
2-3 കൊടുത്തു കേട്ടോ. ഒരു ചേന 5 കിലോ ഒക്കെ ഉള്ള ചേനയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ 2-3 ഒരു ചേച്ചി ചോദിച്ചിട്ട് കൊടുത്തു. അങ്ങനെ വേണേൽ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിലല്ലേ നമുക്ക് ചേനയൊക്കെ നടാൻ പറ്റുള്ളൂ. നമ്മൾ ചേന നട്ട് തീരുന്നതിന് മുന്നേ മഴ പെയ്യുന്ന ഒരു പ്രകൃതിയിലേക്ക് വന്നിട്ടുണ്ട്. ഓരോ തുള്ളി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുഴകം മൂടി കൊടുക്കാം കേട്ടോ. ഇടിയൊക്കെ ഉണ്ടേ. അപ്പം നമ്മൾ പെട്ടെന്ന് ചേന മൂടിക്കഴിഞ്ഞു കേട്ടോ. മഴ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. മഴ പെയ്ത് വരുവാണ്. കറക്റ്റ് സമയത്താണ് നമ്മൾ ചേന മൂടിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ ഉള്ളൂ. നമ്മൾ കയറി പോവാണ്. ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി നട്ടിരുന്ന സ്ഥലമാണ്. നിത്യവഴുതന തന്നെ കിളിച്ച് നിൽക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ബൈ.